അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കവിളിലും അതുപോലെ തന്നെ നെറ്റിയുടെ സൈഡിലൊക്കെ കറുത്ത പുള്ളി വെച്ച് കൊടുക്കാറുണ്ട്. ചില ആളുകൾ പറയും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ചില ആളുകൾ പറയും അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കണ്ണേറ് തട്ടാതിരിക്കാനൊക്കെ നല്ലതാണ് എന്ന് പറയും. പക്ഷേ എന്നാലും ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉസ്താദെ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയ കുട്ടികൾ അവരുടെ കവിളുമ്മൽ, അതുപോലെ തന്നെ രണ്ട് താടിയുടെ അറ്റത്ത് ഇവിടെ ഒക്കെ ആയിട്ട് ഒരു കറുത്ത പുള്ളി ഇട്ട് കൊടുക്കാറുണ്ട്, കണ്ണേറ് പോലത്ത് തട്ടാതിരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊരിക്കലും തെറ്റാണ് എന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ, നല്ല ചന്തമുള്ളൊരു കുട്ടീനെ കൊണ്ടുവന്നപ്പം, ഇങ്ങനെ മഹാനവറുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ആ കുട്ടിയുടെ താടിയുടെ അറ്റത്ത് ഇതുപോലെ ഒരു പുള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, കണ്ണേറ് തട്ടാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ നിർദ്ദേശങ്ങൾ പറഞ്ഞത് ഇമാമിങ്ങൾ ഉദ്ധരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അതിനെ അനുകരിച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ നിർദ്ദേശിച്ചതാണല്ലോ, അതിനനുകരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പം അത് തെറ്റാണെന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ. മഹാനായ ഇമാം ബഗവി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതരാണ്, മുഫസ്സിറാണ്, മുഹദ്ദിസാണ്, അതുപോലെ തന്നെ ഫഖീഹാണ് ഒക്കെയാണ്. ബഗവി ഇമാം തഫ്സീറിൻ്റെ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് 4 വാള്യത്തിൽ. മആലിമുത് തൻസീൽ എന്ന് പറയുന്ന കിതാബ് തഫ്സീറുൽ ബഗവി 4 വാള്യത്തിൽ. അതുപോലെ തന്നെ മഹാനവറുകൾ നല്ല ഫഖീഹാണ്, ഫത്താബൽ ബഗവി മഹാനവറുകളുടേതാണ്. ഇങ്ങനെ ഒരുപാട് കിതാബുകളുണ്ട് മഹാനായ ബഗവി ഇമാമിന്. ആ മഹാനായ ബഗവി ഇമാമിൻ്റെ ഷറഹുസുന്ന എന്ന് പറയുന്ന ഹദീസിൻ്റെ കിതാബുണ്ട്. ഷറഹുസുന്ന വലിയ മുഹദ്ദിസും കൂടെയാണല്ലോ. ആ ഷറഹുസുന്ന ഏകദേശം 8 വാള്യത്തിലായിട്ട് വരും ഷറഹുസുന്ന. ഇതിനകത്ത് ഇങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിർദ്ദേശമായിട്ടൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് കിതാബു തിബ്ബിൽ, ചികിത്സ പരിചയപ്പെടുത്തുന്ന ആ കിതാബിൽ, ഇതിൻ്റെ 7-ാം വാള്യം, ഇതിൻ്റെ 122-ാമത്തെ പേജിൽ ഉണ്ടോ, വറുവിയ അന്ന ഉസ്മാന റഅ സബിയ്യൻ മലീഹൻ. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്തു, ഒരു കുട്ടിനെ കൊണ്ടുവന്നപ്പം ആ കുട്ടി സബിയ്യൻ മലീഹൻ, നല്ല ഭംഗിയുള്ളൊരു കുട്ടിയായിരുന്നു. ഫഖാല, അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, ദസ്സിമു നൂനതഹു കൈലാ തുസീബഹുൽ ഐനു. ഉണ്ടോ, ദസ്സിമു നൂനത്തഹു എന്ന് പറയുമ്പോൾ 2 താടിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇവിടെ ഒരു പുള്ളിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ്. ദസ്സിമു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ മഹാനവറുകൾ അതിന് അർത്ഥം കൊടുത്തിട്ടുണ്ട്, ഐ സവ്വിദു. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? മാന ദസ്സിമു. ദസ്സിമു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സവ്വിദു, ഒരു കറുത്ത അടയാളിട്ട് കൊടുക്കാൻ. വനൂനത്തഹു എന്ന് പറയുമ്പം സുഖബത്തുല്ലത്തി തക്കൂനു ഫീ ദക്കരി സബിയ്യി സഗീരി, ചെറിയ കുട്ടികളുടെ താടി അറ്റമാവുന്നിടത്ത് ഒരു കുഴി പോലെ അങ്ങനെ ഉണ്ടാകും. അവിടെ എന്ത് ചെയ്തു, ഒരു പുള്ളി, കറുത്ത പുള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുക, ഇനി ഇവിടെയാണ് ഇവിടെ ഇട്ട് കൊടുക്കുക, ഒക്കെ ഇട്ട് കൊടുക്കുക. ഉദ്ദേശം എന്താണ്? അതിൻ്റെയൊക്കെ കാരണം എന്താ? കൈല തുസീബഹുൽ ഐനു, കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി. കണ്ണേറ് എന്ന് പറയുമ്പോൾ അൽ ഐനു ഹക്കുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് സ്വഹീഹായി വന്നതല്ലേ, അൽ ഐനു ഹക്കുൻ, കണ്ണേറ് എന്ന് പറഞ്ഞ സംഗതി സത്യമാണ്, അതുണ്ട്. അത് എൻ്റെ ഒട്ടനേകം ഹദീസിൻ്റെ കിതാബിലുണ്ട്. അതുപോലെ തന്നെ ഷർലക്കായത് പോലത്തെ കിതാബിൽ തഫ്തസാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പലരും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കണ്ണേറിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പല മാർഗങ്ങളുണ്ട്. കണ്ണേറ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മന്ത്രങ്ങൾ, ദിക്റുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും ഉണ്ട്. അപ്പം ആ ഒരു കൂട്ടത്തിൽ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ കണ്ണേറ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊള്ളിട്ട് കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ എന്ന് പ്രകാരം ചെയ്താൽ എന്ത് തെറ്റ്? അതുകൊണ്ട് തെറ്റും കുറ്റമൊന്നുമില്ല, അത് നല്ലതും കൂടെയാണ്. കാരണം എന്താ, അങ്ങനെ ഒരു കുത്താട് കാണുന്ന സമയത്ത് എന്താകും, അതിലേക്ക് കണ്ണ് പോയാണ്ട് ആ കുട്ടിക്ക് ആ കണ്ണേറുണ്ടാകൂല എന്നാണ് ഉദ്ദേശം. ഇത് ഒട്ടനേകം വേറെയും പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പം മുല്ലാലിൽ കാരി തങ്ങൾ, അനഫി പണ്ഡിതനാണല്ലോ, അവിടുത്തെ മിർക്കാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. മിർക്കാത്ത് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട കിതാബാണ്. അതായത് ഈ പറയുന്ന മിഷ്കാത്തിൻ്റെ, നമ്മൾ പള്ളിയർസിലൊക്കെ ഓതി പഠിക്കുന്ന മിഷ്കാത്തിൻ്റെ അറിയപ്പെട്ട ഈ പറയുന്ന എൻ്റെ ഷറഹാണ് മിർക്കാത്ത്. ആ മിർക്കാത്തിലും പറയുന്നുണ്ട് മുല്ലാലി കാര്യങ്ങൾ. അതും ഈ പറയുന്ന ഷറഹുസുന്നയെ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത് തന്നെ, അതായത് ബഗവി ഇമാം ഉദ്ധരിച്ചിട്ട്. മിർക്കാത്തിൻ്റെ 8-ാം വാള്യം കേട്ടോ, അതും ഈ പറയുന്ന കിതാബ് തിബ്ബിൽ നോക്കിയാൽ കാണും.
ഇതിൻ്റെ 360 പേജിൽ പറയുന്നുണ്ട് വഫീ ഷറഹിസ് സുന്നത്തി കണ്ടോ, ഷറഹു സുന്നാറിന് കിതാബിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കി പിന്നെ അതേ ഇബാറത്തോട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുടെ കവിളിൽ അതുപോലെ തന്നെ മുഖത്തിവിടെയൊക്കെ ഓരോ കറുത്ത പുള്ളി ഈ പറയുന്ന കണ്ണീറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല, കുറ്റമൊന്നുമില്ല. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിർദ്ദേശപ്രകാരം എന്ന് പറയുമ്പോൾ യാതൊരു കുഴപ്പമില്ല കേട്ടോ.